Good morning. തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മോഡ്യൂളിൽ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് ഉണ്ട്. അത് തേർഡ് മോഡ്യൂളിൻ്റെ കുറച്ച് ടോപ്പിക് എടുത്ത് കഴിഞ്ഞിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ എടുത്താലേ ശരിക്കും മനസ്സിലാവുള്ളൂ. തേർഡ് മോഡ്യൂളിൽ ഇപ്പോൾ ഓർഡറിലല്ല പഠിപ്പിക്കുന്നത്, സിലബസിൻ്റെ ഓർഡറിലല്ല. ജാവാ പാക്കേജ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത്. ഈ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽറ്റിനായിട്ട് ജാവ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റത്തിൽ കുറേ പാക്കേജസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബിൽറ്റ് ഇൻ പാക്കേജ് ഉണ്ട്. ബേസിക് സിസ്റ്റത്തിൽ ഫങ്ഷൻസ് ഉള്ള പോലെ തന്നെ ബിൽറ്റിനായിട്ട് പാക്കേജസ് ഉണ്ട്. പ്രോഗ്രാമർക്ക് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ പ്രോഗ്രാമർക്ക് വേണമെങ്കിൽ പാക്കേജും ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പം ഈ പാക്കേജ് എന്ന് വേണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറേ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം കൂടി ഒന്ന് സിപ്പ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഈ ക്ലാസ്സസ് എല്ലാം കൂടി ഒരു ഫോൾഡറിനുള്ളിലോട്ട് കോപ്പി ഇട്ടൊക്കെയാണ് പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ഏകദേശം കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇതിൽ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറേ ക്ലാസ്സസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ വിചാരിക്കാം. നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം എന്തിനാണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാം. ആലോചിച്ച് നോക്കാം. കമ്പ്യൂട്ടറിനുള്ളിൽ സാധാരണ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. കാരണം ചിലപ്പോൾ മൂവി എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഫിലിംസ് മാത്രം ഉണ്ടാവുള്ളായിരിക്കും, സോങ് എന്നുള്ള ഫോൾഡറിനുള്ളിൽ സോങ്സ് മാത്രം ഉണ്ടാവുള്ളായിരിക്കും. ചിലപ്പോൾ മൂവിയുടെ ഉള്ളിൽ വീണ്ടും വേറെ ഫോൾഡേഴ്സ് ഉണ്ടാവും. ഒരു മലയാളം എന്നുള്ള ഫോൾഡർ ഉണ്ടാവും, ഇംഗ്ലീഷ് എന്നുള്ള ഫോൾഡർ ഉണ്ടാവും, ഹിന്ദി എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. മലയാളം എന്നുള്ള ഫോൾഡറിനുള്ളിൽ മലയാളം മൂവീസ് മാത്രം, ഹിന്ദി എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഹിന്ദി മൂവീസ് മാത്രം, അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ് ഇതുപോലെ തന്നെ ഫോൾഡറിനുള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോൾഡറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫയൽസ് ശരിക്കും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീട് എപ്പോഴും കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു നെയിം കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ ഫോൾഡറിൻ്റെ പർപ്പസ്. അതേപോലെ തന്നെ ഇവിടെ പാക്കേജും ക്രിയേറ്റ് ചെയ്യണത്. പാക്കേജ് ഇപ്പോൾ വീഡിയോ ഗെയിമിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആ വീഡിയോ ഗെയിമിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴേക്കും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോലെ കുറെ കാർ സ്ക്രീനിൽ വരാനായിട്ട് കാർ എന്നുള്ള ക്ലാസ് ഉണ്ടാവും. ബൈക്ക് സ്ക്രീനിൽ വരാൻ ബൈക്ക് എന്നുള്ള ക്ലാസ് ഉണ്ടാവും. അങ്ങനെ കുറെ സൈക്കിൾ ഡോട്ട് ക്ലാസ്, അങ്ങനെ കുറെ ക്ലാസ്സസ് ഉണ്ടാവും. അതേപോലെ ചിലപ്പോൾ വീഡിയോ ഗെയിമൊക്കെ സൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സൗണ്ട് റെക്കോർഡ് ഡോട്ട് ക്ലാസ് ഇതൊക്കെ ഉണ്ടാവും. അതിന് കോഡ് ഉണ്ടാവും. സൗണ്ട് റെക്കോർഡ് ചിലപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് സൗണ്ടൊക്കെ എന്തെങ്കിലും പ്ലേ ചെയ്യേണ്ടി വരും. അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ സൗണ്ട് ഡോട്ട് ക്ലാസ് എന്നുള്ള കോഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ റോഡ് റിലേറ്റഡ് ആയിട്ട് കുറേ കോഡ് ചിലപ്പോൾ റോഡ് ഇങ്ങനെ
റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്, സ്ക്രീനിൽ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിഡൻറ്റ് ക്ലാസ്, ആക്സിഡൻറ്റ് 2 ക്ലാസ് മേജർ, ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് ആകുമ്പോൾ ഇങ്ങനെ കുറേ ക്ലാസ്സസ് ഉണ്ടാവും. ഒരു കമ്പനിയില്ല ബിൽറ്റിൻ ക്ലാസ്സസ് എല്ലാം കൂടി ഒരു സിംഗിൾ ഫോൾഡറിനുള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എററൊക്കെ വന്നു കഴിയുമ്പോൾ ആ എററിന് കറസ്പോണ്ടിങ് ക്ലാസ് എവിടെയുള്ളതെന്നൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഇങ്ങനെ വലിയ പ്രോജക്റ്റ് 100 200 അത്രയും ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ സൗണ്ട് റിലേറ്റഡ് ആയ ക്ലാസ് ഒക്കെ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പാടായിരിക്കും, അല്ലെങ്കിൽ വെഹിക്കിൾ റിലേറ്റഡ് ആയ ക്ലാസ് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇങ്ങനെ കുറേ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ ഈ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസ് ഏതാണ് ഈ പ്രൊജക്റ്റുകാർ ഡിസൈഡ് ചെയ്യും. അവരെല്ലാം കൂടി ആ സിമിലർ ആയിട്ടുള്ള ക്ലാസ് ഒരു ഫോൾഡറിലോട്ട് മാറ്റും. ഈ വെഹിക്കിൾസ് എന്നുള്ള പല ടൈപ്പിലെ വെഹിക്കിൾസ് ആ വീഡിയോ ഗെയിമിൽ ഉണ്ടാവും. അതെല്ലാം കൂടി ചിലപ്പോൾ ഒരു വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലോട്ട് കോപ്പി ചെയ്തിടും. പിന്നെ ഈ സൗണ്ട് റിലേറ്റഡ് ആയിട്ട് മോർ ദാൻ 1 ഫയൽസ് ചിലപ്പോൾ കാണാം. അപ്പോൾ സൗണ്ട് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിനുള്ളിലോട്ട് സൗണ്ട് റിലേറ്റഡ് ആയിട്ട് അവർ എഴുതിക്കുന്ന കോഡ് മുഴുവൻ കോപ്പി ചെയ്തിടും. അതല്ല റോഡ് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ റോഡിനുള്ളിൽ റോഡ് റിലേറ്റഡ് ആയിട്ട് കോഡ് മുഴുവൻ എഴുതും. ആക്സിഡന്റ് എന്നുള്ള ഫോൾഡറിനുള്ളിൽ ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ട് കോഡ് മുഴുവൻ പേസ്റ്റ് ചെയ്തിടും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ വേറെ കുറേ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പറഞ്ഞുതരാം. അങ്ങനെ ചെയ്തൊരു അഡ്വാൻറ്റേജ് എന്നാൽ ഇപ്പോൾ ഈ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് വഴി ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഉണ്ടാവും. ഇപ്പോൾ ഒരു വീഡിയോ ഗെയിമിൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരു വേറെ എന്തോ ചിലപ്പോൾ ഒരു വീഡിയോ പ്ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കോഡ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. വീഡിയോ പ്ലെയറിൽ ഇതേപോലെ തന്നെ സൗണ്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ സൗണ്ട് എന്നുള്ള ഫോൾഡർ കോപ്പി എടുത്തിട്ട് അവിടെ സെക്കൻഡ് പ്രോജക്റ്റിൽ യൂസ് ചെയ്യാം. കാരണം ഓൾറെഡി ചെയ്തിട്ടുള്ള സൗണ്ട് റിലേറ്റഡ് കോഡ് മുഴുവൻ ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ നിന്ന് അവർക്കറിയാം. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് അവരുടെ സെക്കൻഡ് പ്രോജക്റ്റിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാം അവർ പണ്ടത്തെ എല്ലാ പ്രൊജക്റ്റിലെ ക്ലാസ്സും കൂടി മിക്സ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് റിലേറ്റഡ് കോഡ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അവർ കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഓരോ ക്ലാസ്സിനെ ഗ്രൂപ്പ് ചെയ്ത് എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ ബേസിൽ ഗ്രൂപ്പ് ചെയ്ത് ഓരോരോ ഫോൾഡറിലോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. സാധാരണ കമ്പ്യൂട്ടറിനുള്ളിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണ കാര്യം തന്നെയാണ് ഇവിടെ വന്നത്. ഈ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിനെല്ലാം കൂടി ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ സിമിലാരിറ്റി വെച്ചിട്ട് ഒരു പാക്കേജിനുള്ളിലോട്ട് അല്ലെങ്കിൽ ഒരു ഫോൾഡറിനുള്ളിലോട്ട് മാറ്റുന്ന കാര്യമാണ് ഈ പാക്കേജ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ സിപ്പ് ചെയ്ത് മതി ഇരിക്കും. ചിലപ്പോൾ സിപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, സാധാരണ സിപ്പ് ചെയ്ത് വെക്കും. ആ ഫോൾഡറിനുള്ളിൽ എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള കുറേ ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ ഡെഫിനിഷനായിട്ടൊക്കെ ചോദിക്കുമ്പോൾ സാധാരണ പറയാറുള്ളത് സിമിലർ ആയിട്ടുള്ള കുറേ ക്ലാസ്സസിൻ്റെ ഫോൾഡറാണ്, പക്ഷേ എങ്കിലും ഒരു ഗ്രൂപ്പ് എന്ന് പറയുള്ളൂ. സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസിൻ്റെ ഗ്രൂപ്പിനെയാണ് സാധാരണ ഈ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ എന്നുള്ളതാണെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് പറയാം, സൗണ്ട് എന്നുള്ളൊരു പാക്കേജ് ആയിട്ട് പറയാം, റോഡ് എന്നുള്ളൊരു പാക്കേജ് ആയിട്ട് വരാം, ആക്സിഡന്റ് എന്നുള്ള പാക്കേജ് ആയിട്ട് വരാം. ഇതൊക്കെ പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യണ പാക്കേജസ് ആണ്. അതുപോലെ തന്നെ ജാവ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് കുറേ പാക്കേജസ് വരുന്നുണ്ട്. അത് ഫസ്റ്റ് പാക്കേജിന് ജാവ എന്നുള്ള പാക്കേജ്, അതായത് ജാവ എന്നുള്ള ഫോൾഡർ. അപ്പോൾ ആ ജാവ എന്നുള്ള ഫോൾഡറിനുള്ളിലായിരിക്കും ജാവയിലെ എല്ലാ ബിൽറ്റിൻ
ക്ലാസ്സസും ഉണ്ടാവുക. ജാവയുടെ കമ്പനിക്കാർ ജാവ എന്നുള്ള ഫോൾഡറിനുള്ളിലായിരിക്കും എല്ലാ ബിൽറ്റിൻ കോഡും അല്ലെങ്കിൽ ബിൽറ്റിൻ ക്ലാസ്സസും ഉണ്ടാക്കി വെക്കുക. പിന്നെ ചില പേരിങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പം ഈ ലാംഗ്വേജ് യൂട്ടിൽ പെട്ടെന്ന് വേറെ സിമ്പിളായിട്ട് വേറെ ഫിഗർ കാണിച്ചു തരാം. അപ്പം ഈ ജാവ എന്നുള്ള ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ ജാവ എന്നുള്ള പാക്കേജിനുള്ളിൽ വീണ്ടും കുറേ സബ് ഫോൾഡേഴ്സ് ഉണ്ടാവും. അത് IO, ഇപ്പം ലാങ്, യൂട്ടിൽ, AWT, പിന്നെ IO, മാത്ത്, അങ്ങനെ കുറേ പാക്കേജസ് ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് അപ്പം ഈ ഓരോ ഫോൾഡറിനുള്ളിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ട് എനിക്ക് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ AWT ആണ് നിങ്ങൾക്ക് അതിനിപ്പോൾ കോമൺ യൂസ് ചെയ്യാൻ ഇവിടെ പഠിക്കാനുള്ളത്, പ്രോഗ്രാം എഴുതുമ്പോൾ ആവശ്യം വരുന്നത്. അപ്പോൾ AWT എന്നുള്ളതിനുള്ളിൽ ഈ GUI കമ്പോണൻസ് വരാനായിട്ടുള്ള ബിൽറ്റിൻ കോഡ്സ് ഉണ്ട്. അതായത് ബട്ടൺ സ്ക്രീൻ വരാൻ ഹെൽപ്പ് ചെയ്യണത്, ടെക്സ്റ്റ് ഫീൽഡ് സ്ക്രീൻ വരാൻ ഹെൽപ്പ് ചെയ്യണം, ചെക്ക് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, അങ്ങനത്തെ GUI കമ്പോണൻസ് സ്ക്രീനിൽ വരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ബിൽറ്റിൻ ക്ലാസ്സ് ഈ AWT എന്നുള്ള ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ AWT എന്നുള്ള പാക്കേജിനുള്ളിൽ ഉണ്ടാവും. അത് യൂട്ടിലിനുള്ളിൽ കുറേ യൂട്ടിലിറ്റീസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, കലണ്ടർ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു IO എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യം വരും. IO എന്നുള്ള പാക്കേജിനുള്ളിൽ ഇൻപുട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ബിൽറ്റിൻ ക്ലാസ്സസ്, അതുപോലെ ഔട്ട്പുട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ബിൽറ്റിൻ ക്ലാസ്സസ് എല്ലാം IO എന്ന പാക്കേജിനുള്ളിലേക്ക് വരും. ജാവയിൽ ഇതുപോലെ തന്നെ കുറേ ഫോൾഡേഴ്സിനുള്ളിൽ ക്ലാസ്സസിൻ്റെ ഏതെങ്കിലും സിമിലാരിറ്റീസ് വെച്ച് ഗ്രൂപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി പ്രോഗ്രാമർക്ക് പാക്കേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പൊ വീഡിയോ ഗെയിമിന്റെ പ്രോജക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം. വെഹിക്കിളിന്റെ കോഡ് എഴുതണമെങ്കിൽ അപ്പൊ ആദ്യം വെഹിക്കിളിനുള്ള പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കോഡ് ചെയ്തു. ക്ലാസ്, കാറ്, മലയാളത്തിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ക്ലാസ് സ്ക്രീനിൽ കാറ് സ്ക്രീനിൽ വരാനായിട്ടുള്ളതും കാർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഡ് കൂട്ടാനുള്ള ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കോഡൊക്കെ കാർ എന്നുള്ള ക്ലാസ്സിനുള്ളിൽ ടൈപ്പ് ചെയ്യും. കുറേ കോഡ് ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ ബൈക്ക് എന്നുള്ള ക്ലാസ്സിനുള്ളിൽ ബൈക്ക് സ്ക്രീനിൽ വരാനായിട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കോഡ് ബൈക്ക് എന്നുള്ള ക്ലാസ്സിലുണ്ടാവും. സൈക്കിൾ എന്നുള്ള ക്ലാസ്സിൽ സൈക്കിൾ സ്ക്രീനിൽ വരാനായിട്ടുള്ളത് കോഡ് അതിൻ്റെ അകത്തുണ്ടാവും. നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുത്തിട്ട് ഈ കാർ സ്ക്രീനിൽ വരാനുള്ള കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കുക. കുറെ വലിയ കോഡായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ കാർ എന്നുള്ള വെഹിക്കിൾ എന്നുള്ള പാക്കേജിലോട്ടാണ് അല്ലെങ്കിൽ വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിലോട്ടാണ് മാറ്റേണ്ടത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ വെഹിക്കിൾ എന്നുള്ള പാക്കേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ സ്റ്റെപ്സാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം സേവ് ആസ് എടുത്തിട്ട് സേവ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത് വിചാരിക്കാം. ഒരു വെഹിക്കിൾ എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യണം. അതായത് ഇപ്പം ക്ലാസ് നെയിം കാർ ആയതുകൊണ്ട് കാർ ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. സ്റ്റെപ്പാണ് നമ്മൾ ഏത്
പാക്കേജാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ പാക്കേജ് വെച്ചിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ കാർ എന്നുള്ള വെഹിക്കിൾ എന്നുള്ള ഗ്രൂപ്പിലോ എന്നുണ്ടെങ്കിൽ വെഹിക്കിൾ എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലോട്ട് സേവ് ചെയ്യുക. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഓർഡർ വർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ലൈനായിട്ട് പാക്കേജ് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാക്കേജിൻ്റെ നെയിമും കൊടുക്കുക, പിന്നെ സെമിക്കോളൻ ഇടുക, എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ക്ലോസ് പമ്പിൽ വരിക. ഈ പ്രോഗ്രാം എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് അവിടെ വരിക. ഈ പ്രോഗ്രാം സേവ് ചെയ്തിരിക്കുന്നത് ഡെസ്ക്ടോപ്പിൽ വെഹിക്കിൾ ഫോൾഡറാണ്. അവിടെ car.java എന്നുള്ള ഫയലുണ്ട്. കമ്പൈൽ ചെയ്യാൻ വേണ്ടി ഡോസ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ എടുക്കുക, കമ്പൈൽ ചെയ്യുക. javac car.java കഴിഞ്ഞ ദിവസം ഞാൻ ജാവ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ജാവ സിസ്റ്റത്തെ പ്രോബ്ലം ജാവ സ്പെഷ്യൽ ഇല്ലാത്തതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ജാവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചെങ്കിൽ car.class എന്ന ഫയല് ഇവിടെ ക്രിയേറ്റ് ആകും. ഈ വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ പാക്കേജിനുള്ളിൽ car.class ക്രിയേറ്റ് ആകും. ഇനി അടുത്തത് ബൈക്കിൻ്റെ കോഡ് എഴുതി വിചാരിക്കാം. കാർ ബൈക്ക് വരാനായിട്ടുള്ള കോഡൊക്കെ നമ്മൾ എഴുതി. ഈ ബൈക്കും വരേണ്ടത് വെഹിക്കിൾ എന്നുള്ള പാക്കേജിനുള്ളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്ത് പാക്കേജ് വെഹിക്കിളിന് ഫസ്റ്റ് ലൈനായിട്ട് കൊടുക്കുക. അത് റൂളാണ്. ഫസ്റ്റ് ലൈനിൽ പാക്കേജ് എന്നുള്ള കീവേഡ് പാക്കേജ് നെയിം കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ സേവ് ചെയ്യുക, സേവ് ആസ് കൊടുക്കുക. bike.java എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോൾ bike.class കിട്ടും. അങ്ങനെ ചെയ്യാം. ഇനി ഇതുപോലെ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കാം. അത് സൗണ്ട് എന്നുള്ള പാക്കേജിനുള്ളിൽ വരേണ്ടതുണ്ടെങ്കിൽ പാക്കേജ് സൗണ്ട് ഒരു റെക്കോർഡ് സൗണ്ട് എന്നുള്ള ക്ലാസ് ആണെന്ന് വിചാരിക്കാം. എഴുതി സേവ് ചെയ്യുക. സേവ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പാക്കേജിനെയും സ്റ്റാർട്ടിങ് കൊടുക്കുന്ന സൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സേവ് ചെയ്യുന്നത് സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിലായിരിക്കണം. സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ റെക്കോർഡ് സൗണ്ട്.java എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ക്ലാസ്സസും ഓരോ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം കൂടി ഓരോരോ പാക്കേജിനുള്ളിൽ വരും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഗെയിമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സൗണ്ട് റിലേറ്റഡ് ആയിട്ട് കുറേ കോഡ് എഴുതി വിചാരിക്കുക. ആ കോഡ് മുഴുവൻ ഈ സൗണ്ട് എന്നുള്ള ഈ ക്ലാസ്സിനുള്ളിൽ കുറേ ഫയൽസ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ഫയൽസ് ഇങ്ങനെ വരും. സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഒരു പ്രോഗ്രാം, സൗണ്ട് പ്ലേ ചെയ്യാനായിട്ടുള്ളത്, സൗണ്ട് കംപ്രസ് ചെയ്യാനായിട്ടുള്ള, ഫോർമാറ്റ് മാറ്റാനായിട്ടുള്ളത്, അങ്ങനെ കുറേ ഫയൽസ് കോഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടാവും ഈ പാക്കേജിനുള്ളിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ വേറെ ചെയ്യുന്നെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കും വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സൗണ്ട് എന്നുള്ള കോഡ് സൗണ്ട് റിലേറ്റഡ് ആയിട്ട് കോഡ് നമ്മൾ ചെയ്ത കോഡ് അവർക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അയച്ചു കൊടുക്കാം. നമ്മൾ ഈ സൗണ്ട് എന്നുള്ള ഫോൾഡർ അയച്ചു കൊടുക്കും. സാധാരണ സൗണ്ട് ചെയ്യുമ്പോൾ സൗണ്ട് എന്നുള്ള ഫോൾഡർ കംപ്രസ് ഒരു ജാർ എന്നുള്ള ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ടായിരിക്കും
ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡീറ്റെയിൽ പഠിക്കുമ്പോൾ മതിയാവും. സൗണ്ട് എന്നുള്ളൊരു ജാർ ഫയൽ, ഒരു കംപ്രസ്ഡ് ഫയൽ ഉണ്ടാവും. ആ ഫയല് നമ്മുടെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കും. ആ സൗണ്ട് റിലേറ്റഡ് കോഡ് മുഴുവൻ നമ്മുടെ ഫ്രണ്ടിന് വീട്ടിലുണ്ടാവും. ഫ്രണ്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ഫ്രണ്ട് ഒരു വീഡിയോ ഗെയിം എന്നുള്ള വീഡിയോ പ്ലെയർ എന്നുള്ള വീഡിയോ പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. നല്ല കോഡ് ഒരു ടൈപ്പ് കണ്ടിരിക്കണേക്കുള്ളൂ. പക്ഷെ നമ്മൾ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ആ കോഡ് അയാളുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ അയച്ചു കൊടുത്ത ഫയൽ അയാളുടെ പ്രത്യേക ഫോൾഡർ കൊണ്ട് പേസ്റ്റ് ചെയ്ത് തരണം. അത്രയും ടെക്നിക്കലായിട്ട് ഇപ്പം ഞാൻ പോകുന്നില്ല. ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ അത് എന്നെ പഠിപ്പിക്കാം. എനിക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യം മൊത്തം പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അയച്ചു കൊടുത്ത സൗണ്ട് എന്നുള്ള പാക്കേജ് അവർക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ഇമ്പോർട്ട് എന്നുള്ള കമാൻഡ് കൊടുക്കുക. സൗണ്ട് കൊടുക്കുക, ഡോട്ട് സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രൊജക്റ്റ് സേവ് ചെയ്യും. ഫയൽ എന്ന് വെച്ചാൽ സേവ് ആസ് വീഡിയോ പ്ലെയർ ഡോട്ട് ജാവ എന്ന് സേവ് ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുത്ത സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിലുള്ള എല്ലാ ബിൽറ്റിൻ പ്രോഗ്രാംസും അയാൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീനിങ് വെച്ചാൽ സൗണ്ട് എന്നുള്ള ഫോൾഡർ അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ള പാക്കേജിനുള്ളിൽ എല്ലാ ബിൽറ്റിൻ കോഡും അല്ലെങ്കിൽ ബിൽറ്റിൻ ക്ലാസ്സസും അയാൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. കാരണം സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള കോഡ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ അത് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെ സൗണ്ട് എന്നുള്ള ഈ ഫോൾഡറിനുള്ളിൽ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്കത് ആവശ്യമുണ്ടെങ്കിൽ റെക്കോർഡ് സൗണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ റെക്കോർഡ് സൗണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാമർ എഴുതിയ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ക്ലാസ്സിലെ ഏത് ബിൽറ്റിൻ ഫംഗ്ഷനും ഈ സെക്കൻഡ് പ്രോഗ്രാമർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ OB1 ഡോട്ട് ചിലപ്പോൾ റെക്കോർഡ് എന്നായിരിക്കും റെക്കോർഡ് ചെയ്യാനുള്ള ബിൽറ്റിൻ ഫംഗ്ഷൻ്റെ നെയിം വിചാരിക്കാം. റെക്കോർഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാമർ എഴുതിയ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ക്ലാസ്സില്ല, റെക്കോർഡ് എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യുമായിരിക്കും. ഇത്രയും കാണാൻ കൂടെ പഠിച്ചിരിക്കും. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കേജ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. സിമിലർ ആയിട്ടുള്ള കുറേ ബിൽറ്റിൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബിൽറ്റിൻ ക്ലാസ്സിനെ ഗ്രൂപ്പ് ചെയ്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് സിംഗിൾ ഫോൾഡറിനുള്ളിലോട്ട് മാറ്റുന്നതിനാണ് പാക്കേജ്. പക്ഷേ ആ പാക്കേജ് അല്ലെങ്കിൽ ആ സിപ്പ് ചെയ്ത ഫയലിനെ സിപ്പ് ചെയ്യണമെന്നുള്ള കമ്പൽസറി അല്ല, അതിനെ പാക്കേജ് എന്ന് പറയും. അങ്ങനെ പാക്കേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാം ഏത് പാക്കേജിനുള്ളിലാണ് വരേണ്ടത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിനുള്ളിലാണ് വരേണ്ടത് അത് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ സെറ്റ് ചെയ്യുന്ന കമാൻഡ് പാക്കേജ് കീവേഡ് ഏത് ഫോൾഡറിനുള്ളിലാണ് കോപ്പി ചെയ്താൽ ആ ഫോൾഡറിനെ അല്ലെങ്കിൽ ആ പാക്കേജിനെയും കൊടുക്കുക. അപ്പോൾ ഈ കോഡ് സൗണ്ട് എന്നുള്ള പാക്കേജിനുള്ളിൽ വരും. ഇനി ഈ കോഡ് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ പാക്കേജിനെ ഏതാണ് കൊടുക്കുന്നത് ആ ഫോൾഡറിനുള്ളിൽ തന്നെ പോയി സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് കമ്പൈൽ ചെയ്യുക. ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ റെക്കോർഡ് സൗണ്ട് തൊട്ട് ക്ലാസ് എന്നുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അത്രയും അറിയാം. അപ്പോൾ ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ പാക്കേജിനുള്ളിൽ സൗണ്ട് റിലേറ്റഡ് കുറേ ഫയൽസ് വരും. വീണ്ടും അയാൾ വേറെ എന്തെങ്കിലും ഒരു കോഡും കഴിഞ്ഞേക്കാം. പ്ലേ സൗണ്ട്
വേറെ പ്രോഗ്രാം എഴുതി. ഇത് ഇതേപോലെ തന്നെ കമ്പൈൽ ചെയ്ത് സൗണ്ട് എന്നുള്ള ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തിട്ട് ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ റെക്കോർഡ് സൗണ്ട്, പ്ലേ സൗണ്ട്, അങ്ങനെ 2 ബിൽഡിംഗ് കോഡ്സ് വന്നു, ബിൽഡിംഗ് ക്ലാസ്സസ് വന്നു. പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത ക്ലാസ് വന്നു. ഈ ക്ലാസ്സസ് വേറെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പ്രോഗ്രാമിൽ ഈ സൗണ്ട് എന്നുള്ള ഫോൾഡർ രണ്ടാമത്തെ ആൾക്ക് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സൗണ്ട് എന്നുള്ള ഫോൾഡർ ജാർ ഫയലാക്കി കംപ്രസ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. സെക്കൻഡ് പ്രോഗ്രാമർ ഈ ജാർ ഫയൽ ഒരു ഇഷ്ടത്തിക്ക് അനുസരിച്ച് പർട്ടിക്കുലർ ലൊക്കേഷനിൽ കോപ്പി ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. ആ ലൊക്കേഷനിൽ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഫസ്റ്റ് പ്രോഗ്രാമറുടെ ഈ സൗണ്ട് എന്നുള്ള പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്താൽ അതിനുള്ള സ്റ്റെപ്സ് ഒന്ന് പഠിക്കുക. ഇമ്പോർട്ട് സൗണ്ട് ഡോട്ട് പാക്കേജ് ഡോട്ട് സ്റ്റാർ കൊടുക്കുക. ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിലുള്ള റെക്കോർഡ് സൗണ്ട്, പ്ലേ സൗണ്ട് അതൊക്കെ യൂസ് ചെയ്യാം. റെക്കോർഡ് ഡോട്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ക്ലാസ് മാത്രം ഇയാൾക്ക് ആവശ്യമുള്ളെങ്കിൽ അതിന് കൊടുത്താൽ മതി. സ്റ്റാർ കൊടുത്താൽ എല്ലാം കൂടി ഏത് ക്ലാസ്സിനെങ്കിലും യൂസ് ചെയ്യാം. റെക്കോർഡ് സൗണ്ട് കൊടുത്താൽ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ക്ലാസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ വേറെ സാധനം ഇപ്പൊ വേറെ രീതിയിൽ ഇപ്പൊ ചെയ്യാം. ഇപ്പൊ സൗണ്ട് എന്നുള്ള ഫോൾഡർ മാത്രമല്ല, ചിലപ്പോൾ വെച്ചാൽ ഗെയിം ഡോട്ട് സൗണ്ട് എന്നുള്ള പാക്കേജ് ആക്കി മാറ്റാം. സേവ് ആസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ചിലപ്പോൾ ഡോട്ട് കൊടുത്തിട്ടുണ്ടാകും, ഗെയിം ഡോട്ട് സൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഗെയിം ഡോട്ട് സൗണ്ട് എന്നുള്ള പാക്കേജ്. അതായത് ഗെയിം എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ സൗണ്ട് എന്നുള്ള വേറൊരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനുള്ളിലാണ് ഈ പ്ലേ സൗണ്ട് കോപ്പി ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം സേവ് ചെയ്യുമ്പോൾ ഗെയിം എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിൽ സൗണ്ട് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പേർ സൗണ്ട് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. ഇപ്പോൾ കമ്പൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗെയിം എന്നുള്ള ഫോൾഡറിനുള്ളിൽ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ പ്ലേ സൗണ്ട് എന്നുള്ള ക്ലാസ് ഫയൽ ക്രിയേറ്റ് ആവും. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഫസ്റ്റ് ഇത് നോക്കുമ്പോൾ വെഹിക്കിൾ എന്നുള്ള പാക്കാണ്. ഒരു പ്രൊജക്റ്റിനുള്ളിൽ തന്നെ ഈ വെഹിക്കിൾ എന്നുള്ള പാക്കേജ്, സൗണ്ട് എന്നുള്ള പാക്കേജ്, റോഡ് എന്നുള്ള പാക്കേജ്, ആക്സിഡന്റ് എന്നുള്ള പാക്കേജ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പാക്കേജിന്റെ എണ്ണം കൂടാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് പാക്കേജസ് എല്ലാം കൂടി വീണ്ടും വേറെ ഫോൾഡറിലോട്ട് കോപ്പി ചെയ്താൽ ഇപ്പം ഈ കോഡ് മുഴുവൻ വെച്ചാൽ ഗെയിമിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. ഒരു വീഡിയോ ഗെയിം എന്നുള്ള ഫോൾഡറിനുള്ളിൽ അല്ലെങ്കിൽ ഗെയിം എന്നുള്ള ഫോൾഡറിനുള്ളിലോട്ട് വെഹിക്കിൾ എന്നുള്ള ഫോൾഡർ, സൗണ്ട് എന്നുള്ള ഫോൾഡർ, റോഡ് എന്നുള്ള ഫോൾഡർ, ആക്സിഡന്റ് എന്നുള്ള ഫോൾഡറൊക്കെ കോപ്പി ചെയ്താൽ ശരിക്കൊരു നമ്മൾ കോഡ് എഴുതുമ്പോൾ ആ കോഡ് ഏത് ഫോൾഡറിനുള്ളിൽ വന്നെന്നുള്ളത് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ക്ലാസ്സിനെ ഗ്രൂപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ഫയൽസ് ഒക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണ അവിടെ ഫെസിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയും ജാവ പാക്കേജ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു ക്ലാസ് കണ്ടുപിടിക്കാനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പാക്കേജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. 3 മാർക്ക് മാക്സിമം 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. ഈ പറഞ്ഞിരുന്ന ചെറിയ പോയിന്റ്സും അതും പഠിച്ചിരുന്നാൽ മതി. സ്റ്റെപ്പ് ഒന്ന് നോട്ട് ചെയ്യുക. എന്നിത് ഡോട്ടുള്ള പഠിക്കുന്നതിന് കുഴപ്പമില്ല, എല്ലാം കൂടി വെച്ചിട്ട് കൺഫ്യൂഷൻ ആവും. സിമ്പിളായിട്ട് പഠിക്കുക. പാക്കേജ് നെയിം ഫസ്റ്റ് ഇത് കൊടുക്കുക. പാക്കേജ്
നെയിം ഓഫ് പാക്കേജ് രണ്ടാമത് കൊടുക്കും. അത് ഫസ്റ്റ് ലൈൻ ആയിരിക്കണം. അതും ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് പോയിന്റായിട്ട് എഴുതേണ്ടത് ഈ പ്രോഗ്രാം ഒരു ഫോൾഡറിനുള്ളിലോട്ട് കോപ്പി ചെയ്യണം. അതും ഈ പാക്കേജിന്റെ നെയിമും സെയിം ആയിരിക്കണം. പാക്കേജിന്റെ നെയിം ഫോൾഡർ നെയിം സെയിം ആയിരിക്കണം. അത് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യണ സിറ്റുവേഷനിൽ യൂസ് ചെയ്യണ കേസ് വരുമ്പോൾ യൂസ് ചെയ്യണ ഒരു കാണിച്ചില്ല മുഴുവനാക്കി കിട്ടുള്ളൂ. അതിൻ്റെ ഒരു കോഡും കൂടി കാണിക്കാം. ഇമ്പോർട്ട് കഴിഞ്ഞിട്ട് നെയിം ഓഫ് പാക്കേജിന് കൊടുത്ത നെയിം ജനറലായിട്ട് എഴുതുന്നുള്ളൂ. ഇമ്പോർട്ട് ചെയ്യാനുള്ള കമാൻഡ് അല്ലെങ്കിൽ കോപ്പി ചെയ്യാനുള്ള കമാൻഡ് ഇമ്പോർട്ട് ആണെന്നുള്ളത്. ഏത് പാക്കേജാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ പാക്കേജിന്റെ നെയിം കൊടുക്കണം. അതൊക്കെ സാധാരണ സ്റ്റാർട്ടിങ്ങാണ് കൊടുക്കാറുള്ളത്. ചെയ്തു നോട്ട് എടുക്കുക. ഈ പാക്കേജിൻ്റെ ഒരുമാതിരി എല്ലാ റൂൾസും ഞാനിപ്പോൾ ഈ കാണിച്ച നോട്ട് പാഡിലുണ്ട്. പഠിക്കേണ്ട കാര്യമുള്ളൂ ശരിക്കും. പിന്നെ എക്സാമിന് ഇപ്പോൾ മാർക്ക് ഒരു 5 മാർക്ക് ക്വസ്റ്റനായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ക്വസ്റ്റനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന എക്സാമ്പിളിൽ നെയിം ഓഫ് പാക്കേജ് എന്നുള്ള പാക്കേജിനുള്ളിൽ റെക്കോർഡ് സൗണ്ട് എന്നുള്ള ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൂടി കാണിച്ചേക്കാം. പാക്കേജിനുള്ളിൽ സൗണ്ട് എന്നുള്ളൊരു ക്ലാസ് അതിനുള്ളിൽ കോഡൊക്കെ ഉണ്ടാവും. ഇത് സേവ് ചെയ്യുമ്പോൾ പ്ലേ സൗണ്ട് ജാവ നമ്മൾ സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്യുമ്പോൾ റെക്കോർഡ് സൗണ്ട് ജാവ നമ്മൾ സേവ് ചെയ്യുക. ബാക്കി ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ സിമിലർ ആയിട്ടുള്ള കോഡ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൾഡറിനുള്ളിലോട്ട് കോപ്പി ചെയ്ത് വെക്കുന്നതിനാണ് ഈ പാക്കേജ് എന്ന് പറയുന്നത്.
പഠിക്കാനുള്ളത് വെച്ചാൽ ഇത് സെക്കൻഡ് മോഡ്യൂൾ തന്നെ ടോപ്പിക്കാണ്. പാക്കേജൊക്കെ തേർഡ് മോഡ്യൂളും വരുന്നതാണ്. പക്ഷേ ഈ ടോപ്പിക്ക് മനസ്സിലാകുന്നെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാക്കി പാക്കേജും കൂടി പഠിക്കേണ്ട കാര്യം ഉണ്ടായത്. അത് ഞാൻ ആദ്യം പാക്കേജ് എടുത്ത് ഈ ആക്സസ് മോഡിഫയേഴ്സ് എന്നുള്ള കുറച്ച് കാര്യം പഠിക്കാനുണ്ട്. അതിന് ഇങ്ങനെ വിചാരിക്കുക, ഇത് കോഡ് എഴുതുക. ഇങ്ങനെ കോഡ് ക്ലാസ് P1 ഉള്ള ക്ലാസ് എഴുതി ഇൻഡ് ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ വെച്ചാൽ ഈ ഒരു ക്ലാസ് എഴുതുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ വേരിയബിൾസ് ഉള്ള കാണിക്കുമായിരുന്നു. ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം കൊടുത്ത് വേരിയബിൾ ഡിഫൈൻ ചെയ്യണത്, അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ വേരിയബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാറുണ്ട്. കമ്പൾസറി അല്ല. ഇപ്പോൾ ഒന്നിൽ പ്രൈവറ്റ് എന്ന് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിക് എന്ന് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നും ടൈപ്പ് ചെയ്യാതിരിക്കാം. വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ 4 രീതിയിൽ ടൈപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫംഗ്ഷൻ്റെ കേസിൽ ഇതേപോലെ തന്നെ ചില ഫംഗ്ഷൻ്റെ ഫ്രണ്ടിൽ പ്രൈവറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നതാണ്, ചിലതിൻ്റെ മുമ്പിൽ പബ്ലിക് എന്ന് ടൈപ്പ് ചെയ്യുന്നതാവും, ചിലതിൻ്റെ ഫ്രണ്ടിൽ പ്രൈവറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നതാവും, ചിലതിൻ്റെ ഫ്രണ്ടിൽ പ്രൊട്ടക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നതാവും, ചിലതിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ ഒന്നും ടൈപ്പ് ചെയ്യുന്നതാവും. അല്ലേ, ഇങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ വേരിയബിൾസ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. ലാസ്റ്റ് ഞാനൊരു ടേബിൾ വരച്ച് കാണിച്ചു. അപ്പോൾ ആ ടേബിൾ ഓർത്തിരുന്നാൽ ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ പറയുമ്പോൾ കുറേ റൂൾസ് ഉള്ള പോലെ തോന്നും. ആ ടേബിളിൽ ഇതെല്ലാം കണക്ട് ചെയ്ത് പ്രത്യേക രീതിയിലാണ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ആ റൂള് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ടേബിൾ കാണിച്ചു തരാം. ഇനി ആദ്യം ഇൻഡെക്സ് എന്നുള്ള അല്ലെങ്കിൽ ഈ എക്സ് എന്നുള്ള വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇവിടെ F2 എന്നുള്ള ഫംഗ്ഷൻ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് പ്രൈവറ്റ് എന്ത് കാര്യം വരണം എന്നുള്ളത് മനസ്സിലാക്കണം. P എക്സ് എന്നുള്ളത് വേരിയബിള് പ്രൈവറ്റ് ആയതുകൊണ്ട് പ്രൈവറ്റ് വേരിയബിൾസ് ഏത് ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ക്ലാസ്സിനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. P എക്സ് എന്നുള്ള വേരിയബിൾ ഈ P1 എന്നുള്ള ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് P1 മാത്രമേ എക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനിൽ മാത്രമേ എക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫാക്ടോറിയലിനുള്ളിൽ എസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാം. സിൻറ്റാക്സൊന്നുമില്ല. പക്ഷെ നമ്മൾ
സെയിം പ്രൊജക്റ്റ് അങ്ങനെ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ മോർ ദാൻ 1 ക്ലാസ്സസ് സെയിം പ്രൊജക്റ്റിലുണ്ടാവും. P2 എന്നുള്ള ക്ലാസ്സും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. P2 എസ് ഡിഫൈൻ ചെയ്തിട്ടുമില്ല. പക്ഷെ ഇവിടെ x = 4 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിൻറ്റാക്സ് എറർ വരും. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, P1 എന്നുള്ള ക്ലാസിൻ്റെ OB1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാധനത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധനം മിക്കവാറും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ക്ലാസ്സാണ് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ചിട്ട് വേണം വേരിയബിൾസ് ഒക്കെ എടുക്കേണ്ടത്. P1 x എന്നുള്ള വേരിയബിൾ എടുക്കണമെന്ന് വെച്ചെങ്കിൽ P1 എന്നുള്ള ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ OB1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് എക്സ് വെച്ചിട്ട് നമുക്ക് ആ വേരിയബിൾ യൂസ് ചെയ്യാം. റൂൾ അങ്ങനെയാണ്. പക്ഷെ എക്സ് പ്രൈവറ്റ് ആയതുകൊണ്ട് എറർ വരും. ഈ പോയിന്റ് നിങ്ങൾ ആലോചിക്കുന്നത് പറഞ്ഞിട്ടുള്ളതാണ്. സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഫംഗ്ഷനോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആ വേരിയബിൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അങ്ങനെ വേരിയബിൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ പബ്ലിക് ആയിരിക്കണം, പ്രൈവറ്റ് ആകരുത്. ഈ ഒരു അപ്പോൾ ഈ പ്രൈവറ്റിൻ്റെ ഇത്രയേ ഉള്ളൂ, റൂൾ ഇത്രയേ ഉള്ളൂ. ഏത് ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്താൽ ആ ക്ലാസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇപ്പോൾ ഇവിടെ F2 എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ F2 കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ P1 ഉള്ളിൽ വെച്ച് അത്ര കോൾ ചെയ്യാൻ പറ്റുള്ളൂ. F2 കോൾ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് വേറൊരു ക്ലാസ്സിനുള്ളിൽ വെച്ചിട്ട് F2 കോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എററായിരിക്കും. പ്രൈവറ്റിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാറ്റ് ടൈപ്പ് ചെയ്യാം. കാരണം ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി ടൈപ്പ്. ഇനി അടുത്ത് ഇങ്ങനൊരു ലാസ്റ്റ് ഒരു ടേബിൾ കാണിക്കാന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു ടേബിളാണ്. കാരണം ഇത് ഈ എസ് ചോദിക്കുമ്പോൾ ശരിക്കും ഈ ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ടേബിളിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് എസ് ആൻസർ മുഴുവൻ എഴുതാൻ പറ്റും. കാരണം ഒരു 16 റൂൾസ് ശരിക്കും വരുന്നത്. ആ റൂൾസാണ് ഈ ആൻസറായിട്ട് എഴുതേണ്ടത്. പക്ഷെ ആ 16 റൂൾസ് വരുമ്പോൾ പുറത്തേക്ക് ചില കൺഫ്യൂഷൻ വരും. പക്ഷെ ഈ ടേബിൾ വെച്ചിട്ടാണെങ്കിൽ ടേബിളിലെ കണ്ടന്റ് ഓർത്തിരിക്കാനായിട്ട് ട്രയാങ്കിൾ പോലെ വന്നത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇപ്പം ഇത് നമ്മൾ പഠിപ്പിച്ചത് പ്രൈവറ്റ് പഠിപ്പിച്ചത്. പ്രൈവറ്റ് പഠിപ്പിച്ചപ്പം അപ്പോൾ ഒരു കാര്യം അതിങ്ങനെ മനസ്സിലാക്കിയിരിക്കുക, ടേബിളിൻ്റെ കോളത്തിൽ ഈ പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, ഡീഫോൾട്ട്, പ്രൈവറ്റ് എന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഓർഡർ കണക്കണം പഠിച്ചിരിക്കുക. ടേബിളിൻ്റെ നേരെ ഫസ്റ്റ് കോളത്തിൽ ക്ലാസ്, പാക്കേജ്, സബ് ക്ലാസ്, ഔട്ട് സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് എന്നൊന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഫസ്റ്റ് കോളും ഫസ്റ്റ് റോയും മാത്രം നിങ്ങൾ എങ്ങനെയെങ്കിലും കാണപ്പെടാൻ പഠിച്ചിരിക്കാൻ നോക്കുക. അത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പവഴിയുണ്ട്, അത് പറഞ്ഞുതരാം. അങ്ങനെ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഈ എസ്സയുടെ ആൻസർ ചെയ്താൽ എളുപ്പമായിരിക്കുള്ളൂ.
കാരണം ഫസ്റ്റ് റോയിൽ എല്ലാം യെസ് ആണ്, സെക്കൻഡ് റോയിൽ ആദ്യത്തെ 3 യെസ്, തേർഡ് റോയിൽ 2 യെസ്, ലാസ്റ്റ് റോയിൽ 1 മാത്രമേ യെസ്. പിന്നെ എവിടെയൊക്കെ യെസ് വരുന്നുള്ളതാണ് ആൻസർ ചെയ്താൽ ഓർത്തിരിക്കേണ്ടത്. ഇത് നമ്മൾ പഠിപ്പിച്ചത് പ്രൈവറ്റ് എന്നുള്ള പഠിപ്പിച്ചത്. പ്രൈവറ്റിൽ ക്ലാസിൻ്റെ അടിയിൽ മാത്രമേ യെസ് വന്നിട്ടുള്ളൂ. അതായത് പ്രൈവറ്റായിട്ട് ഡിഫൈൻ ചെയ്ത വേരിയബിൾ സെയിം ക്ലാസ്സിനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എററായിരിക്കും. അതിപ്പോൾ ഇവിടെ പാക്കേജ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് എഴുതി, ഇപ്പോൾ ഒരു എഴുതിയ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലാസ് എഴുതുന്ന സമയത്ത് ഇത് പാക്കേജ് എക്സാമ്പിൾ എന്നുള്ള പാക്കേജ് ആണെന്ന് വിചാരിക്കാം. ഇതും പാക്കേജ് എക്സാമ്പിൾ തന്നെ തന്നെയാണെന്ന് രണ്ട് കോഡാണെന്ന് വിചാരിക്കാം. അതിപ്പോൾ മനസ്സിലാവില്ല, അടുത്ത ഡീഫോൾട്ട് എടുക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്നാലും ഇപ്പോൾ സെയിം ക്ലാസ്സിനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നോക്കുക, ഡീഫോൾട്ട് ആണ് അടുത്തത്. അതിൽ 2 യെസ് ഉണ്ട്, ക്ലാസ്സിൽ യെസ് ഉണ്ട്, പാക്കേജിൽ യെസ് ഉണ്ട്, വേറെ ഒരിടത്തും യെസ് ഇല്ല. ആദ്യത്തെ 2 യെസ് ഉണ്ട്. അപ്പോൾ ഡീഫോൾട്ടിന് 2 യെസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നോക്കിയിട്ടുണ്ടെങ്കിൽ P1 ഇപ്പൊ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് എന്നുള്ള കീവേഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഡീഫോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് P*W എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പബ്ലിക്കും ഇല്ല, പ്രൈവറ്റും ഇല്ല, പൊട്ടറ്റഡും ഇല്ല. അപ്പോഴാണ് ഡീഫോൾട്ട് എന്നുള്ള ഗ്രൂപ്പിൽ പോണത്. അതേപോലെ ഇവിടെ F4 എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പ്രൈവറ്റും ഇല്ല, പബ്ലിക്കും ഇല്ല, പൊട്ടറ്റഡും ഇല്ല. അപ്പൊ അതും ഡീഫോൾട്ട് എന്നുള്ള ഒന്നും ടൈപ്പ് ചെയ്താൽ ഡീഫോൾട്ട് എന്നുള്ള കാറ്റഗറിയിലോട്ട് പോകും. ആ കാറ്റഗറിയിൽ തന്നെ വേരിയബിൾസ് എവിടെയൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എസ്സോടെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിൽ നോക്കുമ്പോൾ ഇങ്ങനെ അറിയാം, അതായത് ഈ 2 എണ്ണത്തിൽ യെസ് വന്നിട്ടുണ്ട്, ക്ലാസിൻ്റെ അവിടെ യെസ് വന്നിട്ടുണ്ട്, പാക്കേജിൻ്റെ അവിടെ യെസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സെയിം ക്ലാസ്സിനുള്ളിൽ W യൂസ് ചെയ്യാം. പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ W കൊടുത്തെന്ന് വെച്ചാൽ W=4 എററൊന്നും വരില്ല, സെയിം ക്ലാസ്സിനുള്ളിൽ തന്നെ. ഇത് നോക്കാം, ഫസ്റ്റ് ക്ലാസ് എന്നുള്ള എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലാണ്, അല്ലെങ്കിൽ പാക്കേജിനുള്ളിലാണ്. ഈ സെക്കൻഡ് കോഡ് എക്സാമ്പിൾ എന്നുള്ള കോഡിനുള്ളിൽ തന്നെയാണെന്ന് വിചാരിക്കുക. ഈ 2 കോഡും ഓവർ ചെയ്തപ്പോൾ രണ്ട് ഫയലായിരിക്കും. 2 കോഡും നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ, അതായത് P1 എന്നുള്ള പ്രോഗ്രാമും P2 എന്നുള്ള പ്രോഗ്രാമും നമ്മൾ കോപ്പി ചെയ്തിട്ടേക്കുന്നത് എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലാണെന്ന് വിചാരിക്കുക. പിന്നെ പാക്കേജിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ P2 എന്നുള്ള ക്ലാസ് ഇപ്പോൾ എക്സാമ്പിൾ എന്നുള്ള പാക്കേജിലോട്ട് മാറ്റാനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ P2 എന്നുള്ള കോഡ് എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലാണ്. അതേപോലെ ഇവിടെ ചെയ്തേക്കണെന്ന് വെച്ചാൽ P1 എന്നുള്ള കോഡ് അല്ലെങ്കിൽ ക്ലാസ് എക്സാമ്പിൾ എന്നുള്ള പാക്കേജ് ആക്കി മാറ്റി. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ P1 എന്നുള്ള കോഡ് അല്ലെങ്കിൽ P1.class എന്നുള്ള ഫയൽ എക്സാമ്പിളിനുള്ളിലുള്ള ഫോൾഡറിനുള്ളിലോട്ട് കോപ്പി തരണം. നമ്മൾ ചെയ്തേക്കുന്ന എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിൽ P1 എന്നുള്ള ക്ലാസ് ഫയലും ഉണ്ട്, P2 എന്നുള്ള ക്ലാസ് ഫയലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ W എന്നുള്ള വേരിയബിള് സെയിം പാക്കേജിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലുള്ള ഏത് പ്രോഗ്രാമത്തിന് വേണമെങ്കിൽ ഈ W എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ P2 എക്സാമ്പിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലാണ്, P2 അല്ല ഈ W എന്നുള്ളത്. P2 എക്സാമ്പിൾ എന്ന ഫോൾഡറിനുള്ളിലാണ്. ഇപ്പോൾ P2 നമുക്ക് ഈ W എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ വരില്ല.
സെയിം ഫോൾഡറിൽ ആയതുകൊണ്ട് എറർ വരില്ല. അത് ഓർത്തിരിക്കുക. അത് ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ ആ വേരിയബിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ആ വേരിയബിൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ സെയിം ഫോൾഡറിൻ്റെ ഉള്ളിൽ മറ്റ് ക്ലാസ്സുകൾക്ക് ആ വേരിയബിൾ യൂസ് ചെയ്യാം. നമ്മളൊരു വീഡിയോ ഗെയിമിൻ്റെ എക്സാമ്പിളൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞു. വീഡിയോ ഗെയിം എന്നുള്ള പാക്കേജിൻ്റെ കാര്യം പറഞ്ഞാൽ വീഡിയോ ഗെയിം എന്നുള്ള ഫോൾഡറിനുള്ളിൽ സൗണ്ട് എന്നുള്ളൊരു ഫോൾഡർ, വെഹിക്കിൾ എന്നുള്ള ഫോൾഡർ, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിനുള്ളിലുള്ള ഒരു ഡിഫോൾട്ട് ടൈപ്പിലെ വേരിയബിൾ വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഏത് പ്രോഗ്രാമത്തിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ വെഹിക്കിൾ എന്നുള്ള ഫോൾഡറിനുള്ളിൽ ഡിഫോൾട്ട് ടൈപ്പിലെ വേരിയബിൾ ഈ സൗണ്ട് എന്നുള്ള ഫോൾഡറിനുള്ളിൽ വേറെ പ്രോഗ്രാമത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സൗണ്ടും വെഹിക്കിളും രണ്ട് ഫോൾഡർ ആയതുകൊണ്ട് ഡിഫോൾട്ട് ടൈപ്പിലെ വേരിയബിൾ അങ്ങ് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡ് റോയിൽ നിന്ന് നമുക്ക് ആ പോയിന്റ് കിട്ടുന്നുണ്ട്. ഡിഫോൾട്ട് ടൈപ്പിലെ വേരിയബിൾ സെയിം ക്ലാസ്സിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, സെയിം പാക്കേജിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് പാക്കേജ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ പൊട്ടറ്റഡിൻ്റെ റൂള്, അതിൻ്റെ റൂള് നോക്കുമ്പോൾ 3 പ്രാവശ്യം യെസ് ഉണ്ട്. ഒരു ലെവൽ കൂടുമ്പോൾ യെസ് ഇങ്ങനെ കൂടിക്കൂടി തന്നെയാണ്. കാരണം എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള, അല്ലെങ്കിൽ എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ള ആ ഏജ് ഇങ്ങനെ കൂടിക്കൂടി തന്നെയാണ്. പൊട്ടറ്റഡ് ആണെങ്കിൽ സെയിം ക്ലാസ്സിൽ യൂസ് ചെയ്യാം, സെയിം പാക്കേജിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, സബ് ക്ലാസ്സിലും യൂസ് ചെയ്യാം. സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡിറൈവ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്. അതിപ്പോൾ ഇങ്ങനെ അറിയാം. ഈ സെറ്റ് എന്നുള്ള വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഈ അസസ് മോഡിഫയർ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുത്താണ്. അപ്പോൾ സെയിം ക്ലാസ്സിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ ഈ സെറ്റ് ഈക്വൽ ടു എക്സ് കൊടുത്ത് ഒരു എററും വരില്ല. സെയിം പാക്കേജ് പ്രൊട്ടക്റ്റ് വേരിയബിൾ സെയിം പാക്കേജിൽ യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അതേപോലെ വേറെ രീതി വിചാരിക്കും, നമ്മൾ വേറൊരു കോഡും കൂടി ചെയ്യുന്നത്. അത് വേറെ പാക്കേജാണ് വിചാരിക്കും. പാക്കേജ് വീഡിയോ ഏതൊരു പാക്കേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ P3 എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. P3 എന്നുള്ള ക്ലാസ് വേറൊരു പാക്കേജിലാണ്. അപ്പോൾ നമ്മൾ ഡീഫോൾട്ട് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായത് W എന്നുള്ളത്. ഈ W ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ കാരണം വെച്ചാൽ രണ്ട് പാക്കേജാണ്. കാരണം ഫസ്റ്റ് ഇത് ഈ W ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സാമ്പിൾ എന്നുള്ള പാക്കേജിലും ഇവിടെ W യൂസ് ചെയ്തിരിക്കുന്നത് വീഡിയോ എന്നുള്ള പാക്കേജിലാകുമ്പോൾ ഡിഫറെൻറ്റ് പാക്കേജ് ആണെന്നും ഡീഫോൾട്ട് ടൈപ്പിൽ വേരിയബിൾ യൂസ് ചെയ്യണമെങ്കിൽ എറർ ആയിരിക്കും. പക്ഷേ ഈ സെറ്റ് എന്നുള്ള വേരിയബിൾ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡിറൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ P3 P1 നിന്ന് ഡിറൈവ് എടുത്തിട്ടാണ്. അങ്ങനെ വരുമ്പോൾ സെറ്റ് ഈക്വൽ ടു 7 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എറർ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്താൽ തീരില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ പൊട്ടറ്റഡ് നിങ്ങൾ ഇതൊക്കെ പ്രൈവറ്റും ഡീഫോൾട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പൊട്ടറ്റാൻ തീർക്കാൻ തീരുന്നതല്ല.
അടുത്ത ക്ലാസ്സിൽ എടുക്കാം.